ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് സെമസ്റ്റർ ബികോം ഡിഗ്രി നവംബർ 2022 നടന്നിട്ടുള്ള മാനേജ്മെന്റ് തിയറി ആൻഡ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ എക്സാമുകളൊക്കെ തുടങ്ങിയായി. അപ്പോൾ അതിനെല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. സീലിംഗ് പാറ്റേൺ ആണ് ആദ്യത്തെ 2 സെക്ഷൻ എന്ന് പറയുന്നത്. 2 മാർക്സ് ക്വസ്റ്റ്യൻ. പിന്നീട് രണ്ടാമത്തെ സെക്ഷൻ വന്നിട്ട് 5 മാർക്ക് ക്വസ്റ്റ്യൻ. അടുത്തത് എസ് ആണ്. അപ്പൊ 2 മാർക്സിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 15 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് അവിടെ കോമ്പൻസേറ്റ് ചെയ്യാൻ സീലിംഗ് പാറ്റേൺ ആയതുകൊണ്ട് പറ്റും. അപ്പോൾ 13 ക്വസ്റ്റ്യൻ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 25 മാക്സിമം സീലിംഗ് ഫസ്റ്റ് സെക്ഷൻ്റെ. പക്ഷേ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ ഉദ്ദേശിച്ച 2 മാർക്ക് കിട്ടണം എന്നില്ല ആൻസർ ചെയ്യുമ്പോഴേ. അപ്പോൾ നമുക്ക് എവിടെയാണോ മാർക്ക് കുറവുള്ളത് ആ കുറവ് നികത്താൻ വേണ്ടിയിട്ട് 15 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ ചെയ്യും. ദെൻ അടുത്ത സെക്ഷനിലും അതേപോലെ ഫുൾ ക്വസ്റ്റ്യൻസ് 5 മാർക്കിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക. സീലിംഗ് പാറ്റേൺ ആയതുകൊണ്ട് അതിൻ്റെ മാക്സിമം സീലിംഗ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. പിന്നീട് എസ് എ വന്നിട്ട് 4 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആ ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 2 നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്. അത് എല്ലാ ക്വസ്റ്റ്യൻസും എഴുതി വെച്ചാൽ എല്ലാത്തിനും കുറേശ്ശെ മാർക്ക് കിട്ടില്ല. ഏറ്റവും നന്നായിട്ട് അറിയുന്ന എഴുതുക. ഏറ്റവും നന്നായിട്ട് നിങ്ങൾ ഏതാണോ എഴുതിയിട്ടുള്ളത് അതിനുള്ള മാർക്ക് മാത്രമേ തരാറുള്ളൂ. എസ് എ ക്വസ്റ്റ്യന് സീലിംഗ് മാർക്ക് ഇല്ല. അപ്പൊ ഇത്രയാണ് 2 മാർക്ക് പറയുമ്പോൾ 2 സെന്റൻസ് വരെയൊക്കെ എഴുതാം. 2 or 3 സെന്റൻസ്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ 1.5 പേജ് വരെ എഴുതണം. നന്നായിട്ട് ഇലോബറേറ്റ് ചെയ്ത് എഴുതുക. കാരണം നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് എന്ന് പറയുന്നത് നിങ്ങൾ എത്ര നന്നായിട്ട് പരീക്ഷാ പേപ്പറിൽ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ബാർകോഡ് സിസ്റ്റം ആണ്. ബാർകോഡ് ഒട്ടിക്കലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻവിജിലേറ്റേഴ്സ് പറഞ്ഞു തരും. കൂടാതെ മാർജിൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മാർജിൻ ഇല്ലെങ്കിൽ നമ്മളത് മടക്കിയിട്ട് ഒരു മാർജിൻ സെക്ഷൻ വിട്ടിട്ടാണല്ലോ എഴുതുന്നത്. അപ്പൊ മാർജിനിൽ മെയിൻ ക്വസ്റ്റ്യൻ്റെ നമ്പർ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, എസ് എ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുമ്പോൾ അതിൽ കുറേ സബ് പോയിന്റ്സ് ഉണ്ടാവും. ആ സബ് പോയിന്റ്സ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, മാർജിൻ്റെ ഉള്ളിൽ വരരുത്. മാർജിൻ ശേഷം നിങ്ങൾ ആൻസർ എഴുതുന്ന ഭാഗത്തേക്കാണ് എന്ത് ചെയ്യേണ്ടത്, സബ് പോയിന്റുകൾ എഴുതേണ്ടത്. ഇത്രയും കാര്യങ്ങൾ എഴുതുക, നല്ല വൃത്തിയിൽ എഴുതുക. കൂടാതെ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ആൻസർ ചെയ്ത് പോവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എക്സാമിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. +2 പോലെയല്ല, കുറച്ചും കൂടി ഇലോബറേറ്റ് ആയിട്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാലാണ് നമുക്ക് കൂടുതലായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. കഴിഞ്ഞ 2022 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇതിൻ്റെ 2021 ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. 2022 നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ 2-3 ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഓൾ ഓവർ ദി ടോപ്പിക് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. പ്ലസ് ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ ഏതാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ ഭാഗങ്ങൾ കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിച്ചാൽ നല്ല മാർക്ക് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. എക്സ്പ്ലെയിൻ ദ ഐഡിയ ഓർ കോൺസെപ്റ്റ് ബിഹൈൻഡ് ദ എസ്പിരിറ്റ് ഡി കോപ്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ അത് ഫയോൾസിന്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. യൂണിയൻ ഇൻ സ്ട്രെങ്ത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് നിന്ന് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളിലോട്ട് എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ എസ്പിരിറ്റ് ഡി കോപ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വാട്ട് യു മെൻ ബൈ കെയ്സൺ, അല്ലേ? കെയ്സൺ എന്ന് പറഞ്ഞ ഒരു ജാപ്പാനീസ് ടേം ആണ്. ചേഞ്ച് ഫോർ എ ബെറ്റർ. കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യണം. നമ്മൾ ചേഞ്ചിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സിറ്റുവേഷനെ തുടർച്ചയായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് കെയ്സണിലൂടെ പറയുന്നത്. വാട്ട് യു മെൻ ബൈ MBA? MBA എന്ന് പറഞ്ഞാൽ എന്താ, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ആണ്. മാനേജർ ആൻഡ് ആൻ എംപ്ലോയി അഗ്രി ഓൺ സ്പെസിഫിക് പെർഫോമൻസ് ഗോൾസ്, ദെൻ ഡെവലപ്പ് എ പ്ലാൻ ടു റീച്ച് ദം. അപ്പോൾ അതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ
എംപ്ലോയീസും മാനേജേഴ്സും ഒക്കെ ഓരോ സ്പെസിഫിക് പെർഫോമൻസ് ഗോൾസും അതേപോലെ ഓരോരുത്തരും എങ്ങനെ അത് ചെയ്യണം, എവിടെ എത്തിച്ചേരണം എന്നുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും, കൃത്യമായിട്ടൊരു അജണ്ട റെഡിയാക്കുന്നു. ആ അജണ്ടയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ആ ഓർഗനൈസേഷൻ മൂവ് ചെയ്യുന്നത് അല്ലേ. ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ ആൻഡ് ബൂസ്റ്റ് എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ്. ദെൻ ഹൂ ഈസ് എ മാനേജർ? ആരാണ് മാനേജർ എന്ന് പറഞ്ഞാൽ, മാനേജർ ഈസ് റെസ്പോൺസിബിൾ ഫോർ overseeing and leading the work of a group of people in many instances. ഒരു ഓർഗനൈസേഷനിലെ എല്ലാവർക്കും മേൽനോട്ടം വഹിക്കുകയും ലീഡ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളെയാണ് എന്ത് പറയുന്നത്, മാനേജർ എന്ന് പറയുന്നത്. അടുത്തത്, ലിസ്റ്റ് ഔട്ട് എനി ഫോർ ക്രിറ്റിസിസം ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് തിയറി ഓർ അപ്രോച്ച് ടു മാനേജ്മെന്റ്. ലിസ്റ്റ് ഔട്ട് എനി ഫോർ ക്രിറ്റിസിസം ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് തിയറി ഓർ അപ്രോച്ച് ടു മാനേജ്മെന്റ്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഒന്ന് ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ഉണ്ടാവില്ല, അതായത് സിംപ്ലിസ്റ്റിക് ആണ്, അത് ഹ്യൂമൻ എലമെന്റിനെ കൺസിഡർ ചെയ്യുന്നില്ല, ഹ്യൂമൻ ബിഹേവിയർ, ഹ്യൂമൻ റിലേഷൻ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. വാട്ട് ഡു യു മെൻ ബൈ ജോബ് ഡിസ്ക്രിപ്ഷൻ? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ജോബിനെ കുറിച്ചിട്ടുള്ള ഒരു സമ്മറി, ജോബ് അനാലിസിസിന് ശേഷം ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ജോലി ചെയ്യാനായിട്ട് എന്തെല്ലാം തരത്തിലുള്ള ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് പറയുന്നത്, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് മെൻ ബൈ ഫീഡ്ബാക്ക് കൺട്രോൾ? ഫീഡ്ബാക്ക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ വേരിയബിൾ ബീയിങ് കൺട്രോൾഡ് ആൻഡ് ഈസ് മെഷേർഡ് കമ്പയർഡ് വിത്ത് ടാർഗറ്റഡ് വാല്യൂ. ഒരു ഫീഡ്ബാക്ക് കൺട്രോളിൽ ചില വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യും, കൺട്രോൾഡ് വേരിയബിൾ ആക്കി വെച്ചിട്ട് മെഷർ ചെയ്യും, എന്നിട്ടൊരു ടാർഗറ്റ് വാല്യൂ, സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ പ്രിഡിറ്റർമെന്റ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുന്നു. അത് തമ്മിലുള്ള ഡിഫറൻസിന് നമ്മൾ എന്ത് പറയുന്നു, എറർ എന്ന് പറയുന്നു. ദെൻ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് അധികാരം ഒരു ഭാഗത്ത് കേന്ദ്രീകരിക്കാതെ എല്ലാ തട്ടിലേക്കും വിഭജിച്ചു കൊടുക്കുന്നതാണ് എന്ത് പറയുന്നത്, ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ആർ റൈറ്റ്ലി കോൾഡ് ആസ് സയാമീസ് ട്വിൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയാൻ കാരണം എന്താ, പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ പ്ലാനിങ് ഇല്ലാതെ നമുക്ക് കൺട്രോളിങ് ചെയ്യാൻ പറ്റില്ല. പ്ലാനിങ്ങിലൂടെയാണ് നമ്മൾ എവിടെ എത്തുന്നത്, കൺട്രോളിങ്ങിൽ എത്തുന്നത്. അത് രണ്ടും വേർതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അത് സയാമീസ് ട്വിൻസ് എന്ന് പറയുന്നത്. ദെൻ ലിസ്റ്റ് ഔട്ട് എനി ഫോർ ബെനിഫിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ദി പ്ലാനിങ്. പ്ലാനിങ്ങിന്റെ അഡ്വാൻറ്റേജസ്, നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം, നമ്മുടെ എല്ലാ റിസോഴ്സസും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മോട്ടിവേഷൻ, ദെൻ നമുക്ക് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്ലെക്സിബിൾ ആക്കാൻ എല്ലാ കാര്യങ്ങളും, ഇതെല്ലാം എന്ത് സഹായിക്കും, പ്ലാനിങ് സഹായിക്കും. ദെൻ ഡിഫൈൻ മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ. ആ മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ നിങ്ങൾ പല ആളുകളുടെയും ഡെഫിനിഷൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിലേതെങ്കിലും ഒരു ഡെഫിനിഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള ഡെഫിനിഷൻ കൊടുക്കുക. ദെൻ ലിസ്റ്റ് ഔട്ട് എനി ഫോർ റോൾസ് ഓർ ആക്ടിവിറ്റീസ് ഓഫ് ദി മിഡിൽ ലെവൽ മാനേജ്മെന്റ്. ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ള ഭാഗത്ത് ലോവർ ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ പഠിച്ചിട്ടില്ലേ? ആ ഭാഗത്ത് ഓരോ ലെവൽസിലും ഉള്ള എംപ്ലോയീസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലോവർ ലെവൽ എംപ്ലോയീസ് എന്ത് ചെയ്യണം, മിഡിൽ ലെവൽ എംപ്ലോയീസ് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗമാണ് അതിൽ പഠിക്കേണ്ടത് കേട്ടോ. മിഡിൽ ലെവൽ എംപ്ലോയീസ് ചെയ്യുന്ന വർക്ക് ഒരു ഗ്രാഫൊക്കെ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, വരച്ച് തന്നിട്ടുണ്ടായിരിക്കും. ദെൻ അടുത്തത്, വാട്ട് യു മെൻ ബൈ പോളിസി? എന്താണ് പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താ, പ്രിൻസിപ്പിൾസ് ഓർ റൂൾസ്, ഗൈഡ് ലൈൻസ് ഫോർമുലേറ്റഡ് ഓർ അഡോപ്റ്റഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ടു റീച്ച് ഇറ്റ്സ് ലോങ് ടേം ഗോൾസ്. ബിസിനസിന്റെ ലോങ് ടേം ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂൾസ്, റെഗുലേഷൻസ്, അതിനൊക്കെയാണ് എന്ത് പറയുന്നത്, പോളിസീസ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത, വാട്ട് യു മെൻ ബൈ വർക്ക് എത്തോസ്? വർക്ക് എത്തോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വർക്ക് എത്തോസ് ബേസിക്കലി ബിലീഫ് ദാറ്റ് വർക്ക് ഈസ് ഗുഡ് ഓർ മോറൽ. വർക്ക് എന്തായിരിക്കണം, ഏറ്റവും നല്ല രീതിയിൽ ഗുഡ് ആയിരിക്കണം, മോറായിരിക്കണം. എ സെറ്റ് ഓഫ് വാല്യൂസ് ദാറ്റ് ആർ ഡിഫൈൻഡ് ബൈ ഡെലിജൻസ് ആൻഡ് ഹാർഡ് വർക്ക്. നമ്മൾ ചെയ്യുന്ന ജോലി എന്ത് ചെയ്യണം, നല്ല രീതിയിലുള്ള ജോലി ആയിരിക്കണം എന്ന് പറയുന്നതാണ് എന്ത് പറയുന്നത്, വർക്ക് എത്തോസ് എന്ന് പറയുന്നത്. ഇനി ഒരു ഇത്
ഇനി വേണമെങ്കിൽ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഡ്യൂട്ടീസ് വരുന്നത്. പ്ലാൻ ദ ഡിപ്പാർട്ട്മെന്റൽ ഓപ്പറേഷൻസ്. ഇപ്പോൾ മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ പ്ലാൻ ദ ഡിപ്പാർട്ട്മെന്റൽ ഓപ്പറേഷൻസ്. And the department operations, guide and direct and motivate employees. Guide, direct and motivate employees. Guide, direct and motivate employees to achieve organizational objective. Organizational objectives. അത് ടൈപ്പ് ചെയ്യാൻ അവിടെ വിട്ടതായിരുന്നു. ദെൻ ഓർഗനൈസിങ് ദ, ദെൻ അടുത്ത ഇവാലുവേറ്റ് പെർഫോമൻസ് ഓഫ് സബോർഡിനേറ്റ്സ്. ഇവാലുവേറ്റ് പെർഫോമൻസ് ഓഫ് സബോർഡിനേറ്റ്സ്. അങ്ങനെ ഓരോ ലെവലിൻ്റെ ഉണ്ട്, എല്ലാ ലെവലിൻ്റെയും പഠിച്ചു വയ്ക്കുക. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. കോർപ്പറേറ്റ് ആൻഡ് കോർഡിനേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ്. കോർപ്പറേറ്റ് ആൻഡ് കോർഡിനേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ്. കോർഡിനേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ്. ഡിപ്പാർട്ട്മെന്റ്സ് ഞാൻ ഇത്ര കൊടുക്കുന്നുള്ളൂ. ദെൻ അടുത്തത് വാട്ട് യു മെൻ ബൈ വർക്ക് എത്തോസ്. നമ്മൾ പറഞ്ഞു വാട്ട് യു മെൻ ബൈ റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്രൂട്ട്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈ, അട്രാക്ട്, ഇന്റർവ്യൂ, സെലക്ടിങ് ആൻഡ് ഹയറിംഗ് ആൻഡ് ഓൺ ബോർഡിങ് എംപ്ലോയീസ്. അതായത് നമുക്ക് കുറച്ച് എംപ്ലോയീസിന് സ്ഥാപനത്തിൽ ആവശ്യമുണ്ടെങ്കിൽ അവരെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കുക സ്ഥാപനത്തിലുള്ള ജോലിയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പം അതിനുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്യുന്നു, അവരെ അട്രാക്ട് ചെയ്യുന്നു, അവരെ അതിലേക്ക് ക്ഷണിച്ച്, അതായത് പരസ്യങ്ങളിലൂടെ ഇന്ന ഓഫേഴ്സ് ഉണ്ട്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് അറിയിച്ച് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പ്രലോഭിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത് പറയുന്നത്? റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത സെക്ഷനിൽ ചോദിച്ചിട്ടുള്ളത് ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ്. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 5 മാർക്സ് ആണ്. റൈറ്റ് എ നോട്ട് ഓൺ കണ്ടിജൻസി അപ്രോച്ച് ടു മാനേജ്മെന്റ്. കണ്ടിജൻസി അപ്രോച്ചിന് സിറ്റുവേഷണൽ അപ്രോച്ച് എന്ന് പറയും. ഒരു സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അല്ലാതെ എല്ലാ തീരുമാനവും എല്ലായ്പ്പോഴും എന്ത് ചെയ്യില്ല, ഒരുപോലെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന അപ്രോച്ചാണ് കണ്ടിജൻസി അപ്രോച്ച്. ദെൻ അടുത്തത് ലിസ്റ്റ് ഔട്ട് ദ ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് ദി ഡീസെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ്റെ ബെനിഫിറ്റ്സും ഇതൊക്കെ ഞാൻ പോയിന്റ് കൊടുത്തിട്ടുള്ളൂ. ഒരിക്കലും പരീക്ഷയ്ക്ക് നിങ്ങൾ ഇങ്ങനെ പോയിന്റ് ആക്കി എഴുതരുത്. ഈ പോയിന്റിന് നിങ്ങൾ എന്ത് ചെയ്യണം? ചെറിയ എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുത്തിട്ട് 1 or 2 സെന്റൻസിലുള്ള എക്സ്പ്ലനേഷൻ കൊടുത്ത് വേണം എഴുതാൻ. അപ്പോൾ എന്താണ് ഡീസെൻട്രലൈസേഷൻ? അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നിൽക്കുക. അപ്പോൾ ഫസ്റ്റ് ഡീസെൻട്രലൈസേഷൻ എന്താണെന്ന് എഴുതി. ദെൻ ഫോളോയിങ് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. 1 മോട്ടിവേഷൻ ഓഫ് 1 അല്ലെങ്കിൽ ഏത് നമ്പേഴ്സ് ഇട്ടാലും കുഴപ്പമില്ല. അത് ഒരിക്കലും എന്ത് ചെയ്യരുത്. ഇപ്പൊ ഇതാണ് മെയിൻ നമ്പർ 17 അല്ലേ? ഈ 17ന്റെ ഒപ്പം ഇടരുത്. അതുകൊണ്ട് കുറച്ച് വിട്ടിക്കാണ്. കണ്ടില്ലേ നിങ്ങൾ? ഇത് കുറച്ച് വിട്ടിക്കാണ് നിൽക്കുന്നത്, ഉള്ളിലോട്ടാണ് നിൽക്കുന്നത്. ഇതുപോലെ നമ്പർ ഇടണം. അല്ലാതെ ഇനി ഇവിടെ 1, 2, 3 അങ്ങനെ ഇടുകയാണെങ്കിൽ ഒരിക്കലും ഈ 17 നിൽക്കുന്ന അതേ ലെവലിൽ വരരുത്. അങ്ങനെ ആകുമ്പോൾ പരീക്ഷാ പേപ്പർ നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂസ്ഡ് ആവും കേട്ടോ. സോ മോട്ടിവേഷൻ ഓഫ് സബോർഡിനേറ്റ്സ്, ഗ്രോത്ത്, diversification, efficient communication, ease of expansion. Then disadvantages of the decentralization, difficult to coordinate, external factors, narrow product lines, delayed decision making. Then what are the various characteristics or features of directing? Directing in the ഫീച്ചേഴ്സ്. അപ്പോൾ എന്താണ് ഡയറക്റ്റിംഗ് എഴുതുന്നു, അതിനുശേഷം ഫോളോയിങ് ആദി അല്ലെങ്കിൽ ദീസ് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ദി ഡയറക്റ്റിംഗ് എഴുതുന്നു. ഇറ്റ് ഇനീഷ്യേറ്റ്സ് ആക്ഷൻ, പെർവാസീവ് ആണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്,
താഴെ നിന്നിലേക്ക്, അതായത് മുകളിൽ നിന്ന് താഴോട്ടാണ് അതിൻ്റെ ഒരു ഫ്ലോ വരുന്നത്. എല്ലാ ലെവലിലും എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റിംഗ് നടക്കുന്നുണ്ട്. ദെൻ റൈറ്റ് എ നോട്ട് ഓൺ ദി ഓപ്പൺ ബുക്ക് മാനേജ്മെന്റ്. എന്താണ് ഓപ്പൺ ബുക്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ OBM എന്ന് ചോദിച്ചിട്ടുണ്ട്. ബിസിനസ് പ്രാക്ടീസ് ഓഫ് ക്രിയേറ്റിംഗ് ട്രാൻസ്പെറൻസി. അതായത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഫൈനാൻഷ്യൽ ഇൻഫോർമേഷനും എംപ്ലോയീസിനും കൂടി ഷെയർ ചെയ്തുകൊണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് സുതാര്യമാക്കി വെക്കുന്ന ഒരു പ്രാക്ടീസാണ്, ബിസിനസ് പ്രാക്ടീസാണ് ഓപ്പൺ ബുക്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ എംപ്ലോയീസിൻ്റെ ഇടയിൽ നല്ല സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുകൾ വളരുവാനും കൂടുതൽ അവർക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽ മാറ്റേഴ്സിനെ കുറിച്ച് അറിഞ്ഞ് അതിനനുസരിച്ചിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനും ഒക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക് അല്ലെങ്കിൽ പ്രാക്ടീസാണ് ഓപ്പൺ ബുക്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥാപനം എങ്ങനെയാണ് നല്ല രീതിയിൽ നടത്തുക എന്നുള്ള ഒരു ഇതൊക്കെ വരും. അപ്പോൾ അതിൻ്റെ മെയിൻ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ലക്ഷ്യങ്ങൾ തീരുമാനിക്കുന്നു, അതിൻ്റെ കീ മെട്രിക്സ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ചൂസ് ചെയ്യുന്നു, എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യുന്നു, അതിന് അനുസരിച്ചിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം മോണിറ്റർ ചെയ്യുന്നു പ്രോഗ്രസ് ഉണ്ടോ എന്ന്. ദെൻ അഡ്ജസ്റ്റ് ആൻഡ് റിഫൈൻ. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. റിക്രൂട്ട്മെന്റ് സെലക്ഷനും തമ്മിലുള്ള വ്യത്യാസം. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ പോസിറ്റീവ് പ്രോസസ് ആണെന്ന് പറയും, കാരണം എല്ലാവരും ഇങ്ങനെ ക്ഷണിക്കുകയാണ് ജോലിക്ക് അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞാൽ. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് പ്രോസസ്സാണ്. നമ്മൾ എല്ലാവരെയും ആദ്യം ക്ഷണിച്ച പോലെ അല്ലെ, ഇൻവൈറ്റ് ചെയ്ത പോലെയാണ് ജോലിക്ക് അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് പേര് അപ്ലൈ ചെയ്യും. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഏറ്റവും സ്ഥാപനത്തിന് ശരിയായിട്ടുള്ള എംപ്ലോയി ഏതാണോ അയാളെ മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിജക്റ്റ് ചെയ്യാണ്. സോ ഇറ്റ്സ് എ നെഗറ്റീവ് പ്രോസസ്സ്. ദെൻ കൂടുതൽ വേക്കൻറ്റ് പൊസിഷനിലേക്ക് കൂടുതൽ അപ്ലിക്കൻസിനെ അപ്ലൈ ചെയ്യാതാവുന്നു. എന്നാൽ ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ സെർച്ചിങ് ആൻഡ് ഹയറിംഗ് ഫോർ എംപ്ലോയീസ്, ഒരു ജോബ് റോളിലേക്ക് സെർച്ച് ചെയ്യാണ് ഇവിടെ ചൂസ് ചെയ്യുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. ഒരു വേക്കൻറ്റ് പൊസിഷനിലേക്ക് എംപ്ലോയീസിനെ അലൗ ചെയ്യാൻ സഹായിക്കുന്നു. ഇവിടെ HR ആണ് ഇവിടെ തീരുമാനം എടുക്കുന്നത്. ഇവിടെ ജോലി അഡ്വർടൈസിങ്ങിലൂടെയാണ് അറിയിക്കുന്നത്, ഇവിടെ അപ്പോയിൻമെന്റിലൂടെയാണ് ജോലി ഇതാവുന്നത്. ദെൻ ദ ഫസ്റ്റ് പ്രോസസ്സാണ് സെക്കൻഡ് പ്രോസസ്സാണ്. ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിക്രൂട്ട്മെന്റ് പോളിസിയിൽ പറഞ്ഞിട്ടുണ്ടാവും, റിക്രൂട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ്, റൂൾസ്, റെഗുലേഷൻസ് ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. സെലക്ഷൻ പോളിസിയിൽ എന്താണ് പറഞ്ഞിട്ടുണ്ടാവുക, ഏത് രീതിയിലാണ്, ഏത് മെത്തേഡാണ്, എങ്ങനെ ഏതൊക്കെ സ്റ്റെപ്സുകളിലൂടെയാണ് ഈ ആളെ ഇവാലുവേറ്റ് ചെയ്യേണ്ടതും സെലക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ലിസ്റ്റ് ഔട്ട് ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് നിയോ ക്ലാസിക്കൽ അപ്രോച്ച്. നിയോ ക്ലാസിക്കൽ അപ്രോച്ചിന്റെ പ്രത്യേകത ഹോത്രോൺ സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഈ ഭാഗങ്ങളൊക്കെ ബികോംമാരെ പോലെയല്ല, നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ആ ഭാഗം, ഈ അപ്രോച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചു പോവുക ആ ഏരിയ. ഇതൊരു ഓർഗനൈസേഷൻ സിസ്റ്റമാണ്. ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ സിസ്റ്റമാണ്. അവിടെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ, ഏതൊരു ഫോർമൽ ഓർഗനൈസേഷനിൽ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ട്. ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞിട്ട് ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ്, പരസ്പരം അങ്ങോട്ടും. പിന്നെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൈലി കോംപ്ലക്സ് പ്രോസസ്സാണ്. അതിനെ ഒരുപാട് സോഷ്യൽ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. കൂടാതെ ഓർഗനൈസേഷണൽ ഗോൾസും ഇൻഡിവിജ്വൽ ഗോൾസും തമ്മിൽ എപ്പോഴും കോൺഫ്ലിക്ട്സുകൾ വരാൻ പറ്റും എന്നുള്ളതാണ് വേറൊരിത്. പിന്നെ ഓർഗനൈസേഷൻ എപ്പോഴും എന്താണ്, ടീം വർക്കിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. Then explain the planning process or steps or stages involved in planning. പ്ലാനിങ്ങിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ്. ആദ്യം പ്ലാനിങ് എന്താണെന്ന് നിങ്ങൾ എഴുതി വെക്കുന്നു. ദെൻ സ്റ്റെപ്സുകൾ ഏതാണ്? ഒന്ന്, ആദ്യം ഒബ്ജക്റ്റീവ്സ്, സ്ഥാപനത്തിന്റെ ഓവറോൾ ഒബ്ജക്റ്റീവ്സ് തീരുമാനിക്കുന്നു. കൺസ്ട്രക്ഷൻ ഓഫ് ദി പ്ലാനിങ് പ്രിമിസസ്. Then collection, classification and processing of information, identification of alternative course of action, preparation of subsidiary plans, implementation and follow-up, and assessment of the strength and weakness. Then list out the difference between formal and informal organization. ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റിയാണ് ഫോർമൽ ഓർഗനൈസേഷനിൽ
ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണെങ്കിലോ ഡീസെൻട്രലൈസ്ഡ് ആണ്. അങ്ങനെ ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റി ഉണ്ടാവില്ല. ഇവിടെ റൂൾസ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കും. ഇവിടെ അങ്ങനെ ഉണ്ടായിരിക്കില്ല. റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണ് ഫോർമൽ ഓർഗനൈസേഷനിൽ കൂടുതൽ ഉപയോഗിക്കുക. ഇവിടെ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. കൃത്യമായിട്ടുള്ള റൂൾസ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുന്നു. അങ്ങനെ ഫിക്സഡ് റൂൾസ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുന്നില്ല. ഒഫീഷ്യൽ കോൺട്രാക്ട്സ് എഗ്രിമെന്റ്സിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഫോർമൽ ഓർഗനൈസേഷൻ നിൽക്കുന്നത്. ഇവിടെ പേഴ്സണൽ റിലേഷൻഷിപ്പും വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ പരസ്പരമുള്ള കോമൺ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഗോൾ ഓറിയന്റഡ് ആണ് ഫോർമൽ. ഇവിടെ റിലേഷൻഷിപ്പ് ഓറിയന്റഡ് ആയിരിക്കും. ഇത് സ്റ്റേബിൾ ആൻഡ് പ്രെഡിക്റ്റബിൾ. നമുക്ക് പറയാൻ പറ്റും എങ്ങനെ ഇത് മുന്നോട്ട് പോകുന്നുള്ളത്. പക്ഷെ ഇൻഫോർമലിൽ നമുക്ക് ഡൈനമിക് ആണ്, ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ചിലപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ദെൻ പാർട്ട് സി, അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ എസ് എ പാർട്ടാണ്. 2.5 പേജൊക്കെ എഴുതേണ്ട ഭാഗമാണ് എസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി അതിൽ ചോദിച്ചിട്ടുള്ളത് ഒന്ന്, എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ വാരിയസ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഏതൊക്കെയാണ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം റിക്രൂട്ട്മെന്റ് എന്താണെന്ന് എഴുതുക. അതിനുശേഷം അതിൻ്റെ ഡിഫറെൻറ്റ് സോഴ്സസ്, ഇന്റേണൽ സോഴ്സസും ഉണ്ട്, എക്സ്റ്റേണൽ. സ്ഥാപനത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആളുകൾ സെലക്ട് ചെയ്യുന്നതിനെ ഇന്റേണൽ എന്ന് പറയും. സ്ഥാപനത്തിന്റെ പുറത്തുള്ള ആളുകളാണെങ്കിൽ എക്സ്റ്റേണൽ എന്ന് പറയും. ഇന്റേണലിൽ ട്രാൻസ്ഫർ, പ്രൊമോഷൻ, പ്രസന്റ് എംപ്ലോയീസ്, ഡിമോഷൻ. എക്സ്റ്റേണലിലാണെങ്കിലോ നോട്ടീസ് അറ്റ് ഫാക്ടറി ഗേറ്റ്, അൺസോളിസിറ്റഡ് ആപ്ലിക്കേഷൻ, കാഷ്വൽ കോളേഴ്സ്. അപ്പോൾ ഇത് കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഇത് മൊത്തം അങ്ങ് പഠിക്കുക. ഇതിന്റെ എക്സ്പ്ലനേഷനും കൂടി കൊടുക്കണം. വെറുതെ ഇതൊന്നും ഇങ്ങനെ എഴുതി വെച്ചാലൊന്നും മാർക്ക് കിട്ടില്ല. എസ് എ ആണ്. അപ്പൊ അതുകൊണ്ട് 2.5 പേജ് ഉള്ള രീതിയിൽ തന്നെ എഴുതി പോവാം. ലിസ്റ്റ് ഔട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് എത്തിക്സ്. ആൾസോ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ബിസിനസ് എത്തിക്സ് എന്താണെന്ന് എഴുതി. ദെൻ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, integrity, honesty, accountability, then responsibility, dignity, humanity. Then principles എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് ഉണ്ട്, അക്കൗണ്ടബിലിറ്റി ഉണ്ട്, ഇന്റഗ്രിറ്റി ഉണ്ട്, റെസ്പെക്ട് ഫോർ അതേഴ്സ്. ഇങ്ങനെ കുറച്ച് പോയിന്റ്സുകൾ പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് എത്തിക്സ് എന്നുള്ള ഭാഗത്ത് ഉണ്ട്. പിന്നെ അതിൻ്റെ തിയറീസ് ഉണ്ട്. തിയറീസും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി പോവുക. ഏതെങ്കിലും ഒന്നൊക്കെ ആ ബിസിനസ് എത്തിക്സിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചോദ്യങ്ങൾ ചോദിക്കാം. കുറച്ച് പഠിക്കാനും മറ്റേ എന്താ പറയുക, പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ പഠിക്കുന്ന പോലെ അത്ര സുഖത്തിൽ അങ്ങോട്ട് പഠിക്കാൻ പറ്റിയ ഏരിയ അല്ല. പക്ഷെ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം എന്ത് ചെയ്യാറുണ്ട്, ആ ഭാഗത്തുനിന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ദെൻ ഹെൻറി ഫയോൾ ഡെവലപ്ഡ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് വിച്ച് ആർ സ്റ്റിൽ കൺസിഡേർഡ് ഇമ്പോർട്ടൻറ്റ്. അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ആദ്യം ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഹെൻറി ഫയോൾ ആരാണ്, ഫാദർ ഓഫ് ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ് ആണ്. അദ്ദേഹത്തിന്റെ ബുക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ ആദ്യത്തെ പാരഗ്രാഫിൽ കൊടുക്കുക. എന്നിട്ട് ആ 14 പ്രിൻസിപ്പിൾ, അത് ഞാൻ പോയിന്റ് ആണ് ഇട്ടിട്ടുള്ളത്, പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഫുള്ളും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. ഓർഡർ, ഇക്വിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ, ഇനീഷ്യേറ്റീവ്, എസ്പിരിറ്റ്, ഡീകോപ്സ്, സ്കാലർ ചേഞ്ച്, സെൻട്രലൈസേഷൻ, ഡീസെൻട്രലൈസേഷൻ, റെമ്യൂണറേഷൻ, ഇങ്ങനെയുള്ള പോയിന്റ്സുകൾ കൊടുക്കുക. ദെൻ അടുത്തത് ചോദിച്ചിട്ടുള്ളത്, വാട്ട് ആർ ദ വാരിയസ് characteristics or features of controlling. Also list out the steps involved in the controlling process. അതിൽ ഫീച്ചേഴ്സ് ഓഫ് കൺട്രോളിങ് കണ്ടിന്യൂസ് ആണ്, മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ്, ഫോർവേഡ് പ്ലാനിങ് ആണ്, റിലേറ്റഡ്, അങ്ങനെയുള്ള ഇത് കൊടുത്തു. ദെൻ അതിനുശേഷം സ്റ്റെപ്സ് ഇൻ കൺട്രോളിങ് പ്രോസസ്സ്, എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ്, മെഷർമെന്റ് ഓഫ് പെർഫോമൻസ്, അപ്രൈസൽ ഓഫ് പെർഫോമൻസ്, ഡിറ്റർമിനിങ് ദ റീസൺ ഫോർ ഡീവിയേഷൻ, ഫീഡ്ബാക്ക്. അപ്പോൾ ഇത്രയാണ് 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. 2022-21 മാത്രം പഠിച്ചാൽ പോരാ, ഓൾ ഓവർ ദി ബുക്ക് അവിടുന്ന് എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. എല്ലാവർക്കും എല്ലാ വിഷസും നല്ല മാർക്ക് കിട്ടുക. ആ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാവരും എക്സാം അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.